പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ നീലം ആസാദ് പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്നുവെന്നും നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നുവെന്നുമാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എപ്പോഴും വായനയുടെ ലോകത്തായിരുന്നുവെന്നാണ് വീട്ടുകാർക്ക് പറയാനുള്ളത്. കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നീലം പങ്കുവഹിച്ചിരുന്നതായി സഹോദരൻ റാം നിവാസ് 24 പറഞ്ഞു. भगत सिंह और डॉक्टर भीमराव अम्बेडकर जी हैं, इनको विचारों से वो काफ़ी प्रभावित थी और काफ़ी प्रभावित रही है। और उन्होंने जो मनरेगा मजदूर हैं, किसान आंदोलन है, जो मजदूरों के लिए काम किया है, बेरोज़गारों के लिए आवाज़ उठाई है, जो नौजवानों के साथ है, जो जंतर मंतर पे उन्होंने जो पहलवानों के साथ है, तो किसान आंदोलन में भी उन्होंने बढ़ चढ़ के भाग लिया था। तो किसान आंदोलन में तो हम उनके साथ थे, परिवार सारा उनके साथ था। तो जो ये मीडिया बार बार में बोल रही कि क्या परिवार वालों को ये पता था कि वो दिल्ली में संसद में ये करेगी, तो हम बिल्कुल मना कर रहे हैं कि हमें उनके बारे में कोई ऐसी खबर नहीं थी कि वो दिल्ली जा रही है। तो मैं अभी बोल रहा हूँ कि मैंने उनका नाम आज तक अपनी ज़ुबान पे, तो क्या उसकी नीलम की ज़ुबान पे भी ये नाम नहीं सुने हैं, ना कभी उनका कभी घर आना हुआ है। നീലം ആസാദിന്റെ ഹരിയാനയിലെ വീട്ടിലെത്തിയ ഞങ്ങളുടെ പ്രതിനിധി ആർ അച്യുതനോടാണ് ഇപ്പോൾ നീലത്തിന്റെ സഹോദരൻ സംസാരിച്ചത്. അച്യുതൻ നമ്മളോടൊപ്പം ഉണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഈ നീലം ആസാദ് അവിടെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുമ്പോൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ജയ് ഭീം എന്നായിരുന്നു. പിന്നീട് നീലത്തിന്റെ ഈ പാസ്റ്റ് പരിശോധിച്ചപ്പോൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു, അവർ ഈ അംബേദ്കർ ആശയങ്ങളോട് വളരെ ആകൃഷ്ടയായിരുന്നു, ഒരു അംബേദ്കറിസ്റ്റ് ആയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. നമുക്ക് എന്തൊക്കെ കൂടുതലായി എന്തൊക്കെ വിവരങ്ങളാണ് നീലം ആസാദിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതായി തോന്നുന്നുണ്ടോ? ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണോ നീലം ആസാദിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എന്തൊക്കെ വിവരങ്ങളുണ്ട് നമുക്ക്, അച്യുതൻ? ഗോപികൃഷ്ണൻ, ഈ ഹരിയാനയിലെ ഗസവ് കുർദിൽ വരുമ്പോൾ നീലം ആസാദിനെ പറ്റി കേൾക്കുന്നത് പഠനത്തിൽ പുലർത്തിയ മികവും അതുപോലെ തന്നെ നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന നീലം ആസാദിനെ പറ്റിയിട്ടാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇതുവരെയും ഒരാൾ പോലും മോശമായ ഒരു വാക്ക് പോലും നീലം ആസാദിനെ കുറിച്ച് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇടപെട്ട് സംസാരിക്കുമ്പോഴും പ്രതികരിച്ചിട്ടില്ല. നാട്ടുകാർ പറയുന്നത് പഠനത്തിലും ഒപ്പം തന്നെ നാട്ടിലെ ഏത് പൊതുപ്രശ്നമായിരുന്നാലും അതിന് പരിഹാരം കാണുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. കർഷക സമരങ്ങൾക്ക്, അതായത് ഈ ഹരിയാന കേന്ദ്രീകരിച്ചും അതിന് പുറത്ത് കർഷക സമരങ്ങൾ നടന്ന കാലത്തും ഒപ്പം തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ജന്തർ മന്ദറിലെ സമരകാലത്ത് ഗുസ്തിതാരങ്ങളുടെ സമരകാലത്ത് പോലും അതിൽ പങ്കാളിയായി അവർക്ക് വേണ്ടി ഒപ്പം നിന്നു എന്നടക്കം നാട്ടുകാരും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളോട് സംസാരിച്ച സഹോദരൻ റാം നിവാസ് പറഞ്ഞത്, ഈ പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് ഈ പാർലമെന്റ് അതിക്രമത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ എന്ന്. അവർ അതിന് മറുപടിയായി നൽകുന്നത് അവർക്ക് യാതൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഈ നിലവിൽ നീലം ആസാദിനൊപ്പം പിടിച്ച ആ 3 പേരുടെ പേരുകൾ പോലും നീലം ആസാദിന്റെ വായിൽ നിന്ന് പോലും അവരാരും കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവ് പോലും ഇവർക്ക് ഇല്ലായിരുന്നു. അവർ ഈ പാർലമെന്റിന് അകത്ത് നടത്തിയ അതിക്രമത്തെ പൂർണ്ണമായും അവർ എതിർക്കുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണോ പ്രതിഷേധം നടത്തിയ പ്രതിഷേധത്തിന്റെ കാരണത്തെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും യുവാക്കൾ അനുഭവിക്കുന്നത് തൊഴിലില്ലായ്മയാണ്, ദാരിദ്ര്യം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു നേതാവ് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിഷേധം നടത്തുന്നവരെ ഇങ്ങനെ ഭീകരവാദികളായിട്ടൊക്കെ മുദ്രകുത്താൻ ശ്രമിച്ചാൽ എല്ലാവരും ഭീകരവാദികളെന്നാണ്. കാരണം എല്ലാവരും ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും വീട്ടുകാർ പറയുന്നത് പഠനത്തിന്റെ കാര്യത്തിൽ ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകുന്നത്. പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയവർ, പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തിയവരിൽ ഒരാളായിരുന്നു നീലം ആസാദ്. നീലം ആസാദിന്റെ ഹരിയാനയിലെ വീട്ടിലെത്തിയ ആർ അച്യുതൻ അവരുടെ കുടുംബാംഗങ്ങളുമായും നാട്ടുകാരുമായും സംസാരിച്ചു. നീലം ആസാദിന്റെ പശ്ചാത്തലം എന്താണ് എന്നതാണ് നമ്മൾ അന്വേഷിച്ചത്. അതിൽ പഠിക്കാൻ മിടുക്കിയായിരുന്നു, അവർ പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ മറ്റു പ്രതികളുമായി ഉണ്ടായിരുന്നതായി തങ്ങൾക്കറിവില്ല, അങ്ങനെ കേട്ടിട്ട് പോലുമില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹരിയാനയിൽ നിന്ന് ആർ അച്യുതൻ നൽകിയ വിശദമായ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.